പ്ലാന് കേൾക്കുന്ന സമയത്ത് പ്ലാനിൽ പല എന്താ പറയാ വരുമാനങ്ങളായിട്ട് പലതും കാണാറുണ്ട് അല്ലെ. അപ്പോ ഞാൻ തുടക്കത്തിൽ വന്ന സമയത്ത് അതിൽ ആദ്യത്തെ വരുമാനം എന്താണ്? പേഴ്സണൽ ഡിസ്കൗണ്ട്. ആ പേഴ്സണൽ ഡിസ്കൗണ്ട് മാത്രമാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയിരുന്നത്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ അന്ന് ചിന്തിച്ചൊരു കാര്യമാണ്, ഈ പറയുന്ന വരുമാനം ഒക്കെ എപ്പോഴാ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നത് രണ്ട് വരുമാനം ഒഴികെ, അതായത് അതിൽ ഒന്നാമത്തെ വരുമാനം എന്ന് പറയുന്നത് റോയൽറ്റി ഇൻകം ആണ്. റോയൽറ്റി ഇൻകം എന്ന് പറഞ്ഞാൽ ഡയമണ്ട് എബോവ് ലീഡേഴ്സിന് മാത്രമാണ് റോയൽറ്റി ഇൻകം കിട്ടുക. പിന്നെ വരുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത് നോമിനേഷൻ ഫെസിലിറ്റി ആണ്. ഈ രണ്ട് ഇൻകം ഒഴിവാക്കി ബാക്കി എല്ലാ ഇൻകവും ഇപ്പം വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതിൽ ഇപ്പൊ കഴിഞ്ഞ മാസം റാങ്ക് ഇൻകം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. NDC മാത്രമല്ല, NDC പ്ലസ് സ്റ്റാർ പേൾ ആണ് ഞാൻ. നിങ്ങൾക്ക് സ്റ്റാർ പേൾ അച്ചീവേഴ്സിൽ നോക്കിയാൽ മനസ്സിലാവും. ഒരുപക്ഷെ പല വരുമാനങ്ങളും, ലോയൽറ്റി ഇൻകം, NDC ക്ലബ്ബ് ബോണസ്, അതുപോലെ തന്നെ റാങ്ക് ഇൻകം, ഒരുപാട് തരത്തിലുള്ള വരുമാനങ്ങൾ വാങ്ങിച്ചെടുക്കാൻ മൈ ലൈഫ് സ്റ്റൈലിലൂടെ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്ന് പലരും പറഞ്ഞൊരു ഫിഗർ ഉണ്ടായിരുന്നു, നിനക്കൊന്നും പറ്റൂല എന്ന് പറഞ്ഞ ആഴ്ചക്ക് 2,10,000 എന്ന് പറയുന്ന ഫിഗർ വാങ്ങിക്കാൻ പറ്റി എന്നുള്ളതാണ്. കൂടെ വന്ന 6 വ്യക്തികൾ ഇന്ന് ആഴ്ചക്ക് 2,10,000 വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 നാഷണൽ ടീം കോർഡിനേറ്റർ എക്സ്ട്രാ ഉണ്ട്. ഇന്ന് CTC എന്ന് പറയുന്ന റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് STC ലീഡേഴ്സും ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ബാംഗ്ലൂരിൽ ടീം കോർഡിനേറ്റർ ലീഡർമാരുണ്ട്. അതുപോലെ തന്നെ എന്റെ ഇപ്പൊ ടോട്ടൽ എനിക്കൊരു ടീം TC ആൻഡ് അബോവ് ലീഡേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്. ഏകദേശം 160 പേരാണ് ഇപ്പൊ അതില് വളരെ ആക്റ്റീവായിട്ട് ഉള്ളത്. ഒരുപക്ഷെ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത്, ഒരു സീറോയിൽ നിന്നും തുടങ്ങി ഒരു ഹീറോ ആയിട്ട് മാറാൻ പറ്റിയത് അന്ന് കൃത്യമായിട്ട് ലീഡേഴ്സ് പറയുന്നത് അതിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാതെ കൃത്യമായിട്ട് അത് എന്താ പറയാ ചെയ്തു എന്നുള്ളതാണ് ഇന്ന് ഒരുപക്ഷെ എന്തെങ്കിലും ആവാൻ എനിക്ക് പറ്റി എന്നുള്ളത്. ഞാൻ അന്ന് എന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ കളിയാക്കിയത്, എടാ നിനക്കൊക്കെ പെണ്ണ് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് പോയിട്ട് വീട്ടിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് എന്റെ മാരേജ് നാട്ടിലുള്ള ആളുകൾ പറയും അവനാണ് ശരി എന്നുള്ള രീതിയിൽ പറയുന്ന രീതിയിലായിരിക്കും എന്റെ മാരേജ്. അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. മാരേജിന് കണ്ടീഷൻ നമ്പർ 1, ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ BMW മാത്രമേ വീട്ടിലേക്ക് വരൂ. രണ്ടാമത്തത്, ഞാൻ കേറുന്നുണ്ടെങ്കിൽ, എന്റെ വൈഫിനെ ഞാൻ കയറ്റുന്നുണ്ടെങ്കിൽ ഞാനായിട്ട് വാങ്ങിച്ച സ്വന്തം വീട്ടിലായിരിക്കും ഞാൻ കയറ്റുക. ഇതൊക്കെ അതുപോലെ തന്നെ കല്യാണത്തിന് പല കണ്ടീഷൻസും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ എന്റെ ഗോളിൽ എഴുതി വെച്ചാണ്. ഇപ്പൊ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ കഴിഞ്ഞ 2022 നവംബറിൽ എന്റെ മാരേജ് കഴിഞ്ഞു. അപ്പൊ മാരേജ് ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ ആദ്യത്തെ കണ്ടീഷൻ ആയിട്ടുള്ള വീട് വീട് ഒരു പ്രോപ്പർട്ടി സ്വന്തമായിട്ട് വാങ്ങിയിട്ടുണ്ട്. ആ വാങ്ങിയ വീട്ടിലാണ് അവൾ കയറിയത്. അതുപോലെ തന്നെ ബി എം ഡബ്ല്യു ഞാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ലീഡേഴ്സ് പറഞ്ഞു അതിന് ടൈം ആയിട്ടില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ITC ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് BMW ഒക്കെ എടുക്കാം, ഇപ്പൊ അത് വേണ്ട. അപ്പോ ഗ്രേലിയുടെ സത്യമാഷ് ഉണ്ടായിരുന്നു. സത്യമാഷ് പറഞ്ഞു, ഒരു കാര്യം നിങ്ങളെ ആഗ്രഹമല്ലേ, ഒരു കാര്യം നമുക്ക് BMW തന്നെ പോവാന്ന് പറഞ്ഞു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാ മാരേജിനൊന്നും സത്യമാഷ് പോയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും വധുവിനെ BMW കൊണ്ടുവന്ന് വീട്ടിലേക്ക് വരാനുള്ള ഭാഗ്യം ഉണ്ടായി. കാരണം അതായത് നമ്മുടെ ലൈഫില് പല പല മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും മാറി ചിന്തിക്കുമ്പോഴും മാറി ചെയ്യുമ്പോഴുമാണ്. ഒരുപക്ഷെ വ്യത്യസ്തമായിട്ട് ഒരു സാധാരണ എന്റെ ഫാമിലിയിലുള്ള ആളുകളെ പോലെ ഒരു പഠിച്ചു കഴിഞ്ഞ് ഒരു ജോലിക്ക് പോയി ആ ജോലി സ്ഥാപനത്തിൽ അടിഞ്ഞുകൂടി അവിടെ തന്നെ എന്താ പറയാ ജീവിച്ച് മരിക്കാൻ തയ്യാറല്ലാതെ, ഒരുപക്ഷെ അരുൺ സാറിന്റെ നിർബന്ധം കൊണ്ടാണെങ്കിൽ പോലും ജീവിതത്തിൽ തിരിച്ചറിവ് വന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും എന്താ പറയാ ഒരുപക്ഷെ തിരിച്ചറിവ് വരുന്നത് ചിലപ്പോൾ ചില ആളുകൾ സ്വന്തമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും, ചില ആൾ മറ്റുള്ളവരുടെ ഒരു അഡ്വൈസ് കിട്ടിയിട്ടായിരിക്കും. അപ്പൊ ഒരുപക്ഷെ എനിക്ക് അരുൺ സാറ് ഒരു അഡ്വൈസ് തന്ന സമയത്ത് ആ അഡ്വൈസ് തന്നപ്പോഴാണ് ലൈഫിൽ ഒരു തിരിച്ചറിവ് എനിക്ക് വന്നത്. കാരണം MBAക്ക് നമുക്കറിയാം, MBA എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. പക്ഷെ MBA കഴിഞ്ഞ ഒരു സ്റ്റുഡൻസ് പോലും സ്വന്തമായിട്ട് ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും ചെയ്യുന്നതാണ്. അതിലൊരു 1% നമുക്ക് എടുക്കാം. 99.9% ആളുകളും ജോലിക്ക് വേണ്ടിയിട്ടാണ് MBA ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഒരു ബിസിനസ് ചെയ്യുന്ന ആള് ചെയ്യേണ്ട കാര്യമാണ് MBA. പക്ഷെ അതാരും ചിന്തിക്കുന്നില്ല. ഒരുപക്ഷെ ഞാൻ എന്താണ് ചെയ്തത്? റൈറ്റ് ടൈമിൽ റൈറ്റ് ബിസിനസ്, അല്ലെ? ഞാനിപ്പോ നാട്ടിൽ ഒരു എന്താ പറയാ ഒരു STD ബൂത്ത് ഇടാനല്ല പോയത്. ഒരു കാലത്ത് വലിയ ട്രെൻഡായിരുന്നു STD ബൂത്ത്. നമുക്കറിയാം, ആളുകൾ ക്യൂ നിന്ന് കോൾ ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു, അല്ലെ? ഇപ്പം പോയിട്ട് ഒരു STD ബൂത്ത് ഇട്ടാൽ എന്ന അവസ്ഥ?
ഞാൻ MBA ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നാട്ടിൽ ഒരു STD ബൂത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ട്രെൻഡ് അല്ല, അത് ഔട്ടായി അല്ലെ എന്ന് പറയുന്നത് പോലെ കാലഘട്ടത്തിൽ ഏറ്റവും ട്രെൻഡ് ആയിട്ടുള്ള ബിസിനസ് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് കാലഘട്ടത്തിൽ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ബിസിനസ് ആണ്. കാരണം ഇത് ടെക്നോളജി ബിസിനസ് ആണ്. കാരണം ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലിരുന്ന് ഞാൻ സംസാരിക്കുന്നത്. എന്റെ വീട്ടിലിരുന്ന് ഞാൻ വീഡിയോ കോളിലൂടെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മളോട് പറയുന്നുണ്ടാവും, എന്നോട് പറഞ്ഞിട്ടുണ്ട് പലരും, എടാ ഇതൊക്കെ മുമ്പ് 10-15 വർഷം മുമ്പൊക്കെ നമ്മൾ ചെയ്താ, ഇതൊക്കെ നമുക്ക് അറിയും, നമ്മൾ മുമ്പേ പഠിച്ചാണ്. 10-15 വർഷം മുമ്പൊക്കെ എങ്ങനെയാണ് ഇത് എന്താ പറയാ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, എങ്ങനെയാ ഒരു ഐഡി എങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു, ടീം എങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നു, വീഡിയോ കോളിംഗ് എങ്ങനെ നടന്നു, വാട്സപ്പിലൂടെ ചാറ്റിംഗ് എങ്ങനെ നടന്നു, മെസ്സേജുകൾ എങ്ങനെ കിട്ടി, ഇതൊക്കെ നമുക്കറിയാം. ഒരുപാട് പരിമിതി ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു ഒരുപാട് മുമ്പ്. പക്ഷെ ഇപ്പൊ ഒരുപാട് അഡ്വാൻസ് ആയി. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ വലിയ അഡ്വാൻസ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് യൂണിയനുകളും അതുപോലെ തന്നെ നമുക്ക് എല്ലാ മേഖലകളും സംഘടനകളൊക്കെ യൂണിയനുകളൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വലിയ സപ്പോർട്ടാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്കറിയാം. ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ സക്സസ് ആകണമെങ്കിൽ ആദ്യം നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റ്മെന്റ് ആണ്. ഒരുപക്ഷെ ഞാൻ ഈ ഗ്രൂപ്പിൽ ആദ്യം തന്നെ കണ്ടിട്ടുണ്ട്, വളരെ പല ലീഡേഴ്സും വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സൈറ്റ്മെന്റ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. എന്താ കാര്യം? ഒരു ലോട്ടറി അടിച്ച ആളുടെ ഒരു മനോഭാവം, ലോട്ടറി അടിച്ച ആൾക്ക് എങ്ങനെയാ ഉണ്ടാകുക? ഒരു കടം കയറി ബുദ്ധിമുട്ടായി വിഷമിച്ച് നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ലോട്ടറി അടിച്ചു. ആ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനോഭാവം എങ്ങനെ ഉണ്ടാകുക? അദ്ദേഹം ഇങ്ങനെ ഡൗൺ ആയിട്ടാണോ ഉണ്ടാവുക? ആരെങ്കിലും ചോദിക്കുന്നു, എടാ സുഖാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ആ കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. ഒരു 10 കോടി ലോട്ടറി അടിച്ച് പോക്കറ്റിലുള്ള ഒരാള് ഇങ്ങനെയാണോ ഉണ്ടാകുക? ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെ ഉണ്ടാകുക? ആവേശത്തിലാണ് ഉണ്ടാകുക. കാരണം എന്തുകൊണ്ടാണ്? ഒരു 6 മാസം കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ടിലേക്ക് ഇത്ര കോടി ഉറുപ്പ്യ, ഒരു 6 കോടി ഉറുപ്പ്യെങ്കിലും എന്റെ അക്കൗണ്ടിലേക്ക് കയറാൻ പോവുകയാണ്. ഞാൻ അപ്പൊ എന്ത് ചെയ്യണം? BMW ആണോ, ബെൻസ് വാങ്ങണോ, സ്ഥലം വാങ്ങണോ, ഇത് വാങ്ങണോ? അപ്പൊ പലരോടും അഡ്വൈസ് ചെയ്യും, എടാ നല്ല സ്ഥലം എവിടെയാണുള്ളത്, നല്ല ഇതെവിടെയാണുള്ളത്, അല്ലെങ്കിൽ നല്ല വണ്ടി ഏതാ, നല്ല ബൈക്ക് ഏതാ ഉള്ളത്, അല്ലെങ്കിൽ എവിടുന്ന് ഗോൾഡ് എടുക്കാം, ഏത് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഈ ആവേശം ഉണ്ടാവും. പക്ഷെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, കയ്യിൽ പൈസ കിട്ടിയോ? ഇല്ല. ഇതേ ഭാവം മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിനെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്ക്. ഇവിടെ നമുക്കറിയാം ITC എന്ന് പറഞ്ഞ റാങ്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ 1,20,00,000 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ടാവും. അപ്പൊ 1,20,00,000 വാങ്ങിയ ആളെ നാട്ടിൽ എന്താ വിളിക്കുക? കോടീശ്വരൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു കോടീശ്വരൻ ആയി മാറണമെങ്കിൽ ആകെ നിലവിൽ ഒരു 9 റാങ്കേ ഉള്ളൂ. TC, ATC, DTC, ZTC, STC, RTC, NDC, CTC, ITC. ഈ ഓരോ റാങ്ക് കഴിയുന്നത്, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ NDC കഴിഞ്ഞ് CTC ടച്ചിങ് ആണ്. ഒരു റാങ്കും കൂടെ കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, എന്റെ നാട്ടിൽ കളിയാക്കിയ ആളുകളുടെ മുമ്പിൽ നിന്ന് വളരെ അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ പറ്റും, ഒരു കോടീശ്വരനായിട്ട് മാറി എന്നുള്ളത്. കാരണം മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിലൂടെ 1,20,00,000 മേലെ വരുമാനം വാങ്ങി എന്നുള്ളത് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. അപ്പോ ഞാൻ അന്ന് കാണിച്ചത് ഈ കേറുന്ന 1 കോടി ഉറുപ്പ്യ എനിക്ക് കിട്ടുമെന്നുള്ള, അതായത് ലോട്ടറി അടിച്ച ആളുടെ മനോഭാവത്തിൽ ഞാൻ നിന്ന് ഞാൻ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ആ എക്സൈറ്റ്മെന്റ് ആണ്. പലപ്പോഴും എന്റെ പല ലീഡേഴ്സും പറയാറുണ്ട്. എനിക്ക് തലശ്ശേരിയിൽ ഒരു STC ലീഡർ ഉണ്ട്, ഷിലിൻ സാർ. അദ്ദേഹം എപ്പോഴും പറയും, അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് അദ്ദേഹം വിചാരിച്ചത് ഞാൻ 2,10,000 വാങ്ങുന്ന ആളാണ്. അദ്ദേഹം ടീം കോർഡിനേറ്റർ റാങ്ക് എത്തുന്നത് വരെ അദ്ദേഹം വിചാരിച്ചത് ഞാൻ 2,10 വാങ്ങുന്ന ആളാണ്. പക്ഷെ സത്യം ഞാൻ നിങ്ങളോട് പറയാം, 500 ഉറുപ്പ്യ പോലും അന്ന് വരുമാനം ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അതായത് ഏഹ് എന്റെ എക്സൈറ്റ്മെന്റ് ആണ് അദ്ദേഹം ബിസിനസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. പക്ഷെ പലപ്പോഴും ഞാൻ ഇവിടെ എന്താ പറയാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് സങ്കടം കൊണ്ടായിരിക്കും. അതായത് പലതരത്തിലുള്ള പ്രഷറും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളത്. പക്ഷെ ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ കിങ് ആണ്. കാരണം ഒറ്റ കാര്യമുള്ളൂ, സക്സസ് ആയി കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന എല്ലാവരും മാറ്റി പറയും. കാരണം ഒറ്റ കാര്യമുള്ളൂ, അവരുടെ പല കാരണങ്ങളും അവർക്കുണ്ട്. ഒന്നുകിൽ നമ്മൾ ഫെയിൽ ആവണമെന്നായിരിക്കും അവരുടെ ആഗ്രഹം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ കൊണ്ട് ആശങ്കയായിരിക്കും അവർക്ക്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ മാറ്റി കാണിക്കാൻ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ സക്സസ് ആയാൽ മാത്രം മതി. ആ സക്സസിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും കൃത്യമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത്, നല്ലൊരു പാഷനായിട്ട് നമ്മൾ ഏറ്റെടുക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് മാത്രമല്ല, അതായത് സ്മാർട്ട് വർക്ക്. നമ്മുടെ ലീഡേഴ്സ് പറയാറുണ്ട്, സ്മാർട്ട് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ചെയ്യണം. പക്ഷെ ഞാൻ ഇതിലൂടെ എന്താ പറയാ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, സ്മാർട്ട് വർക്കിനെ ഹാർഡായിട്ട് ചെയ്യണം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡെയിലി ഒരു എന്താ പറയാ ഒരു 10 ആളെ നമ്മൾ ഡെയിലി പോയിട്ട് 1-to-1 കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അതിന് പകരം നമ്മളൊരു 2 ഹോം മീറ്റിംഗ് നടത്തുക.
അതായത് 1-to-1 പത്താളെ കാണലല്ല, പകരം 2 ഹോം മീറ്റിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് സ്മാർട്ടാണ്. സ്മാർട്ടായിട്ട് 2 ഹോം മീറ്റിംഗ് നടത്തുന്നു, അതിൽ ചിലപ്പോൾ 20 ആൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സ്മാർട്ട് വർക്ക് ചെയ്തു. പക്ഷെ ഡെയിലി 2 ഹോം മീറ്റിംഗ് നടത്തുന്നതിന് പകരം ഡെയിലി 10 ഹോം മീറ്റിംഗ് നടത്തുക. ദാറ്റ്സ് സ്മാർട്ട് വർക്കിനെ ഹാർഡ് ആയിട്ട് ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക്, നിങ്ങൾ എത്ര സമയമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ITC ആവണമെങ്കിലുള്ള സമയപരിമിതി എത്രയാണെന്ന് അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ ITC എത്തുന്നത് വരെ എടുക്കുന്ന സമയപരിമിതി, ആ അത്രയും വർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എത്രയാണോ സമയം, ആ സമയം കൊണ്ട് ചെയ്തു തീർത്താൽ മതി. ഒന്നുകൂടെ പറയാം, ഒരു ITC ആവാനുള്ള സമയം, അല്ലെങ്കിൽ ഒരു ഡയമണ്ട് ആവാനുള്ള സമയം എത്രയാന്ന് വെച്ചാൽ, നിങ്ങൾ നോർമലി ഒരു ഡയമണ്ട് ആവാനും ITC ആവാനും എടുക്കുന്ന സമയം എത്രയാണോ, ആ സമയം കൊണ്ട് നിങ്ങൾ എടുത്ത വർക്ക് നിങ്ങൾ 1 കൊല്ലം കൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 1 കൊല്ലം കൊണ്ട് ITC ആവും, ഡയമണ്ട് ആവും. ഇനി 6 മാസം കൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 6 മാസം കൊണ്ടാവും. അങ്ങനെ നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഏറ്റെടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവിടെ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ മുമ്പിലും വളരെ തലയുയർത്തി, എന്റെ മാരേജിന്റെ സമയത്ത് ഏകദേശം നമുക്കറിയാം, നോർമലി ഒരാള് എന്താ പറയാ, ഒരു കല്യാണത്തിന് എത്ര ദിവസം ലീവ് എടുക്കും? ഏകദേശം 3 മാസം ഞാൻ ലീവായിരുന്നു. കാരണം കല്യാണ കത്തടിച്ച അന്ന് തൊട്ട് ഞാൻ ലീവാ. കല്യാണം പറയാൻ വേണ്ടി പോകാനും വീട് പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ബിസിയാണ്. പക്ഷെ ഒരാൾ പോലും എന്നോട് ചോദിച്ചിട്ടില്ല, നീ എവിടെയാണല്ലേ, എന്താ ചെയ്യുന്നത്? കാരണം ഞാൻ ജോലിയല്ല ചെയ്യുന്നത്, ഞാൻ എന്റെ ബിസിനസ് ആണ് ചെയ്യുന്നത്. ആസ് എ ഫിനാൻഷ്യൽ ഫ്രീഡം, അതായത് എന്റെ ജീവിതത്തിലെ സന്തോഷമുള്ള കാര്യങ്ങളിൽ എനിക്ക് ഫ്രീ ആയിട്ട് നടക്കാനും അടിച്ചു പൊളിക്കാനും എനിക്ക് പറ്റിയ ഫിനാൻഷ്യൽ ഫ്രീഡം എനിക്ക് ഇവിടെ കിട്ടി എന്നുള്ളതാണ്. ആ 3 മാസം ഒരാഴ്ച പോലും വരുമാനം മുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എവറി വീക്ക് വരുമാനമാണ്. പക്ഷെ ഞാൻ ബിസിനസ്സിൽ എവിടെയില്ല, എന്റെ കല്യാണം അടിച്ചു പൊളിച്ച് തകർത്ത് ഫുൾ എമൗണ്ട് കോസ്റ്റിൽ ഞാൻ നടത്തി എന്നുള്ളതാണ്. അതിൽ ഒരുപാട് എന്താ പറയാ, പിന്നീട് അവസരത്തിൽ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്. കാരണം എൻഗേജ്മെന്റിന്റെ സമയത്ത് എന്നെ വൈഫ് വിളിച്ചു. എന്റെ വൈഫ് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, അല്ല നാളെ മൊബൈൽ ഫോൺ തരുന്ന ഒരു ചടങ്ങുണ്ട്. ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരു 3 പവന്റെ വളയൊക്കെ വാങ്ങിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു മൊബൈൽ ഫോൺ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ എന്നോട് മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞു, അന്നാ പെട്ടെന്ന് പോയിട്ട് പയ്യോളി ടൗണിൽ പോയിട്ട് ഒരു മൊബൈൽ ഫോൺ വാങ്ങി വെച്ചോ, നാളെ അങ്ങനെ ഒരു ചടങ്ങുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, തിരക്കല്ല, ബിസിനസ് അല്ല, നമുക്ക് പിന്നെ ആക്കിയാലോ? അല്ല അങ്ങനെ ഒരു ചടങ്ങുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഫോണിന്റെ ഫോട്ടോ ഞാൻ ഇട്ടു കൊടുത്തു. അപ്പൊ ഓപ്പോയുടെ ഒരു ഫോണിന്റെ ഫോട്ടോ ആണ്. അപ്പൊ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, പിന്നെ ഇത് പഴയ ഫോണല്ലേ, ഇതിപ്പോ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞ വലിയ ബിസിനസ്സുകാരനാണ് എന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, തൽക്കാലം ഇത് പിടി, ഒരു ചടങ്ങല്ലേ, നമുക്ക് പിന്നെ ബെറ്റർ ആയിട്ടുള്ള അടുത്ത വാങ്ങാന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം പുള്ളിക്കാരത്തി സങ്കടത്തോടു കൂടി പുള്ളിക്കാരത്തി എന്ത് ചെയ്യാണ്, ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആപ്പിൾ 12 ആണ്, ഏകദേശം 70,000 റുപ്യന്റെ ഫോണ് അവർക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് ഓൾറെഡി വാങ്ങി വെച്ചതാണ്. അത് എന്റെ എൻ്റയർ ഫാമിലി അന്നേരമാണ് കാണുന്നത്. അവരവിടുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് എന്താ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവൻ എന്തെന്നാ സംഭവം എന്നുള്ള അവർക്ക് തിരിയുന്നില്ല. കാരണം അവർ അവിടുന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല സർപ്രൈസുകളും സന്തോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ തേടി വരുന്നുള്ളതാണ്. എനിവേ, ഇപ്പം അറ്റ് പ്രസന്റ് മറ്റൊരു സന്തോഷമുള്ള കാര്യത്തിലും കൂടിയാണുള്ളത്. കാരണം ഒരു ഫാദറായി. ഇപ്പൊ കുഞ്ഞിന്റെ കഴിഞ്ഞ ആഴ്ചയാണ് കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് കഴിഞ്ഞത്. എനിവേ, ആ നൂലുകെട്ടിന്റെ കഥയൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് പറയാനുണ്ടാവും. കാരണം ഇപ്പൊ ഉള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്തും ആഘോഷിക്കാൻ ആരോടും ചോദിക്കേണ്ട ഒരാവശ്യമില്ല, അടിച്ചു പൊളിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ മെയിൻ ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കും മീറ്റിംഗ് പ്രോഗ്രാമുകൾക്കൊക്കെ പങ്കെടുക്കുക. അത് ഏറ്റെടുക്കുന്ന പല ലീഡേഴ്സും ഉണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീമിൽ തന്നെ NDC ലീഡേഴ്സ് ഉണ്ട്. അവരൊക്കെ അതിന് താഴെ ഒരുപാട് പവർഫുൾ ലീഡേഴ്സ് ഉണ്ട്. അന്ന് ഞാൻ ഓടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആയിരക്കണക്കിന് ലീഡേഴ്സ് ഇന്ന് ഓടുന്നുണ്ട്. അവരൊക്കെ ഓടുന്നതിന്റെ ഭാഗമായിട്ട് എനിവേ ജീവിതത്തിൽ വലിയ സക്സസിലേക്ക് പോവുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, നാട്ടില് എന്താ പറയാ, ഒരു ഏതെങ്കിലും ഒരു വ്യക്തി ഒരു 5 കിലോമീറ്റർ ദൂരെ നിന്ന് റെനിലാൽ സാറിന്റെ വീട് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞു കൊടുക്കണം. ആ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിലെ ടോപ്പ് അച്ചീവറിലെ നേരെ പോയി സ്ട്രെയിറ്റ് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞ് റൈറ്റ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്ക് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഡ്രീം ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. ലോകത്തിന്റെ ഏത് കോണിലും മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ടോപ്പിൽ എത്തുന്ന സമയത്ത് പോലും ഇന്ത്യയിലെ ടോപ്പ് അച്ചീവേഴ്സ് എന്ന് പറയുമ്പോൾ ആ അച്ചീവേഴ്സിന്റെ കൂട്ടത്തിൽ ഇന്ന് നിങ്ങളുടെയൊക്കെ ലീഡേഴ്സ് നിൽക്കുന്നതിന്റെ അത് അവരുടെയൊക്കെ കൂട്ടത്തിൽ തന്നെ എന്താ പറയാ, ടോപ്പ് അച്ചീവേഴ്സ് എന്നുള്ള ലെവലിലേക്ക് ഒരു യങ്ങസ്റ്റ് ഡയമണ്ട് ആയിട്ട് നിൽക്കണം എന്നൊക്കെയാണ് ഫ്യൂച്ചറിലേക്കുള്ള വലിയ ആഗ്രഹങ്ങളും
സ്വപ്നങ്ങളും. ഇതൊക്കെയാണ് നമ്മളെ ഇൻസ്പയർ ആക്കുന്നത്. അതുകൊണ്ട് മുഖത്തുള്ള ആശങ്കകളും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് മാറ്റുക, ലീഡേഴ്സ് വെച്ച് തന്നിരിക്കുന്ന ഈ പാതകളിലേക്ക് തുടരുക. എന്നിട്ട് ജീവിതത്തിലെ എന്താ പറയാ, നിങ്ങളുടെ സക്സസിന് വേണ്ടിയിട്ട്, നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ട് ഇന്ന് കുറച്ചൊരു സമയം നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. എല്ലാവർക്കും ഇതിലൂടെ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ്